പ്രിയപ്പെട്ടവരെ, അക്ബർ സ്നേഹക്കൂടെ, എന്താണ് മതവും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് മതം, എന്താണ് ആത്മീയത? സ്നേഹക്കൂടിൻ്റെ നിരീക്ഷണം. മതം മനുഷ്യരുടെ മേൽ ആധിപത്യം നേടാൻ സൂത്രശാലികളായ ചില മനുഷ്യർ കണ്ടുപിടിച്ച ഒരു ട്രാപ്പാണ് മതം. മതം എന്ന വാക്കിന് അഭിപ്രായം എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും നമ്മൾ ഇന്ന് ലോകത്ത് കണ്ടുവരുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എല്ലാ റിലിജിയൻസും അതിൻ്റെ പരമമായ ലക്ഷ്യം കുറച്ച് ആളുകൾക്ക് വലിയൊരു ജനതയെ മാനസികമായി അടിമപ്പെടുത്തി കഴുതകളാക്കി അവർ പറയുന്നതിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കഴുതക്കൂട്ടത്തെ ഉണ്ടാക്കലാണ് എല്ലാ മതങ്ങളും ലോകത്ത് നിർവഹിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. അതിന് അവർ ഉപയോഗിക്കുന്നത് ദൈവം എന്ന് പറയുന്ന ഒരു സംഗതിയെ അവർ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യും. സർവശക്തനായ ഒരുപാട് കഴിവുകളുള്ള ഒരു ശക്തി, ആ ശക്തിയെ ഭയപ്പെട്ട് നിങ്ങൾ ജീവിക്കണം. അപ്പോൾ ആ ശക്തിയെ പ്രീതിപ്പെടുത്താൻ ആ ശക്തിയുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റുള്ള ചില ആളുകൾ ഈ ഭൂമിയിലുണ്ട്, ഞങ്ങളെപ്പോലുള്ളവർ. അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് കണക്ഷനാണ്. ഞങ്ങൾ ആ ശക്തിയുമായിട്ട് ഇടപാടുകളുണ്ട്. അല്ലെങ്കിൽ ആ ശക്തിയിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് കിട്ടിയ മാർഗദർശനങ്ങൾ, ഗ്രന്ഥങ്ങൾ, അതിൻ്റെ സൂക്ഷിപ്പുകാരാണ് ഞങ്ങൾ. അത് നിലനിർത്തേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളുടെ വെളിപാടുകളോ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഭൂമിയിലും ജീവിതത്തിലും മരണത്തിലും മരണത്തിന് ശേഷവും. ഇത് പറഞ്ഞ് ജനങ്ങളെ അടിമപ്പെടുത്താൻ ഇവർ ഒരുപാട് ഉപായങ്ങൾ ഈ ദൈവത്തിൻ്റെ പേരിൽ എഴുന്നള്ളിക്കും. അപ്പം അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോലെ, കാരണം മതങ്ങൾ എങ്ങനെ മനുഷ്യരെ കഴുതകളാക്കുന്നു എന്നതിന് കഴുതകളായ നമ്മൾ തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം. ഇനി എന്താണ് ആത്മീയത? ആത്മീയത എന്ന് പറയുന്നത് മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആത്മീയതയുടെ ശത്രുപക്ഷത്താണ് സത്യത്തിൽ മതമുള്ളത്. മതം ഒന്ന് വഴി മാറിയാൽ, ഒന്ന് മാറി നിന്നാൽ തൊട്ടപ്പുറത്ത് ആത്മീയതയാണ്. മതം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആത്മീയതയെ ആണ്. കാരണം ആത്മീയത ഒരു മനുഷ്യനെ പൂർണ്ണ സ്വതന്ത്രനാക്കുന്ന ഒരു ഫിനോമിനനാണ്. അന്ധമായ ശാസ്ത്രത്തോടുള്ള ആരാധന പോലും മനുഷ്യനെ അടിമയാക്കും. കാരണം ശാസ്ത്രത്തിൻ്റെ പേരിലും ധാരാളം വിവരക്കേടുകൾ എഴുന്നള്ളിക്കുന്നുണ്ട് പലരും. ഒന്നും അന്ധമാവരുത്. ആത്മീയത മനുഷ്യനെ പൂർണ്ണ സ്വതന്ത്രനാക്കുന്ന എന്താണോ അതാണ് ആത്മീയത. ആത്മീയത എന്താണ് എന്ന് പറയുന്നതിനേക്കാൾ മനുഷ്യനെ പൂർണ്ണ സ്വതന്ത്രനാക്കുന്നതും മനുഷ്യനെ പൂർണ്ണ നിർഭയനാക്കുന്നതും മനുഷ്യനെ കണ്ടൻറ്റഡ് ആക്കുന്നതും കവിഞ്ഞൊഴുകുന്നവനാക്കുക എന്താണോ അതാണ് ആത്മീയത. ആത്മീയത ഒരു ചിത്രം വരച്ച് കാണിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല അത്. ഇനി എൻ്റെ ഭാഷയിൽ
ആത്മീയതയെ ഞാനൊന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? പ്രപഞ്ചം, ഞാൻ ഉൾപ്പെടെയുള്ള മഹാപ്രപഞ്ചം, അതിൻ്റെ അതിരുകൾ എന്താണെന്ന് ആർക്കും അറിയില്ല. അതെവിടെയും അവസാനിക്കുന്നില്ല. അത് അനന്തമാണ്, അത് അജ്ഞാതവുമാണ്, നമ്മൾ അറിയുന്നതിനും അപ്പുറത്ത്. നമ്മൾ അറിയുന്നത് നമ്മൾ പഞ്ചഭൂതങ്ങളാണ് നമ്മുടേത്. മണ്ണ്, അഗ്നി, ജലം, വായു, ശൂന്യത. അതുകൊണ്ട് നമ്മൾ അറിയുന്നതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട സംഗതികൾക്ക് മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ അതാണ്. ഇതല്ലാത്ത അസ്തിത്വം ഉണ്ടല്ലോ, ഉണ്ടാവണമല്ലോ, ഉണ്ടാവാൻ പാടില്ല എന്നില്ലല്ലോ. അപ്പോൾ അതടക്കമുള്ള എല്ലാം ഏതൊരു മഹാസ്തിത്വത്തിൽ നിന്ന് ഇവയെല്ലാം ഉണ്ടാവുകയും ഇല്ലാതാവുകയും പ്രത്യക്ഷമാവുകയും അപ്രത്യക്ഷമാവുകയും രൂപപ്പെടുകയും മാറുകയും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അത് അന്ധമായ ഒരു സംഗതിയല്ല. ആ ഫിനോമിനൻ ബ്ലൈൻഡ് അല്ല. ആ ഫിനോമിനൻ, ആ പ്രതിഭാസം വെരി കോൺഷ്യസ് ആണ്, വെരി ഇൻ്റലിജൻ്റ് ആണ്. കാരണം അതിൽ നിന്ന് ഉണ്ടായ ഒരു അമീബ പോലും ഇൻ്റലിജൻ്റാണ്. ഏകകോശ ജീവിയായ അമീബ പോലും ഇൻ്റലിജൻ്റാണ്, കോൺഷ്യസ് ആണ്. ഞാൻ നിങ്ങളൊക്കെ. അപ്പോൾ അതാണ് പരമമായ സത്യം. നമ്മളാരും പരമമായ നമ്മുടെ ഇപ്പോഴത്തെ ഈ രൂപം പരമമായ സത്യമല്ല. ഇത് മാറുന്നതാണ്, മാറിക്കൊണ്ടേയിരുന്നതാണ്, മാറിയതാണ്, ഇനിയും മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. അതാണ് നമ്മുടെ ചുറ്റും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതൊന്നിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവോ അതാണ് പരമമായ മാറാത്ത സത്യം. നമുക്കതിന് ട്രൂത്ത് എന്ന് പറയാം, എക്സിസ്റ്റൻസ്, അസ്തിത്വം എന്ന് പറയാം, ഫിനോമിനൻ എന്ന് പറയാം, പ്രതിഭാസം. അതുകൊണ്ട് ഞാൻ കേവലം താൽക്കാലികമായ ഒരു പ്രതിഭാസം എന്ന നിലയ്ക്ക്, താൽക്കാലികമായ ഒരു സംഗതി എന്ന നിലയ്ക്ക്, ഇംപെർമനൻസ് ആയിട്ടുള്ള ഒരു സംഗതി എന്ന നിലയ്ക്ക് എൻ്റെ അനുഭവങ്ങൾ താൽക്കാലികമാണ്. ആ അനുഭവങ്ങൾ സുഖമായും ദുഃഖമായും വേദനയായും വിഷാദമായും ആഹ്ലാദമായും ഉന്മാദമായും പരമമായ ഒരു എക്സ്റ്റസിയായുമൊക്കെ എനിക്ക് അനുഭവപ്പെടുന്ന എൻ്റെ ഈ പഞ്ചേന്ദ്രിയ പഞ്ചഭൂത അനുഭവങ്ങൾ, പഞ്ചേന്ദ്രിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 സെൻസുകളിലൂടെ, പിന്നെ സെക്സ് ഓർഗനം, പിന്നെ നമ്മുടെ പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരം, നമ്മുടെ ഈ കാണുന്ന പ്രകൃതി, വെള്ളം, അഗ്നി, മണ്ണ്, ജലം, ശൂന്യത, ആകാശം. ഈ അനുഭവങ്ങളെല്ലാം കേവലം താൽക്കാലികമാണ്, ടെമ്പററിയാണ്, ഇംപെർമനൻ്റാണ്. ഇത് കാലാകാലം നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് കാര്യമില്ല. ഇതൊരു ഡെല്യൂഷണൽ ആണ്, അസത്യമാണ്. ഈ തോന്നലുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, അനുഭവങ്ങൾ. അപ്പോൾ എനിക്ക് വളരെ ആസ്വാദികരമായൊരു സംഗതി വേറൊരാൾക്ക് തീരെ ഇഷ്ടപ്പെടാത്തതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ
പഞ്ചേന്ദ്രിയ പഞ്ചഭൂതാധിഷ്ഠിതമായ എല്ലാ അനുഭവങ്ങളും റിലേറ്റീവാണ്, ആപേക്ഷികമാണ്. എനിക്കിഷ്ടപ്പെടുന്നത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എൻ്റെ അഭിരുചിയല്ല മറ്റൊരാളുടേത്, എല്ലാം വ്യത്യസ്തമാണ്. ഓരോ ജീവജാലങ്ങളുടേതും വ്യത്യസ്തം. ഞാൻ കാണുന്നതല്ല മറ്റൊരു ജീവി ഇവിടെ കാണുന്നത്, ഞാൻ അനുഭവിക്കുന്നതല്ല വേറൊരു ജീവി അനുഭവിക്കുന്നത്, ഞാൻ അനുഭവിക്കുന്നതല്ല എൻ്റെ കൂട്ടുകാരൻ അനുഭവിക്കുന്നത്. വ്യത്യസ്തമാണ്, അനുഭവങ്ങളെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പരമമായ സംഗതിയെ അന്വേഷിക്കുക എന്നതാണ് ആത്മീയത. ഇതിൻ്റെ നിരർത്ഥകതയും ഇതിൻ്റെ താൽക്കാലികതയും അറിയുക എന്നതാണ് ആത്മീയത. ഈ അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങളായ സുഖദുഃഖ സമ്മിശ്രമായ എല്ലാ അനുഭവങ്ങളും, സുഖം, ദുഃഖം, ആനന്ദം, സന്തോഷം, എക്സ്റ്റസി, ഉന്മാദം, വേദന, യാതന, ദുരന്തം, ദുരിതം, ഇതെല്ലാം കേവലം ഈ ശരീരം നിലനിൽക്കുന്നത് വരെ മാത്രം നിലനിൽക്കുകയും ശരീരമില്ലാതോടുകൂടി ഇല്ലാതാവുകയും ചെയ്യുന്ന സംഗതികളാണ്. അതുകൊണ്ട് എനിക്കിവിടെ സത്യത്തിൽ വേദനയുമില്ല, സുഖവുമില്ല, ദുഃഖവുമില്ല. പരമമായ ഒരു ആനന്ദം, വിപരീതമില്ലാത്ത ഒരു അവസ്ഥ. വിപരീതമില്ലാത്തത്, സുഖത്തിന് ദുഃഖമുണ്ട്, സന്തോഷത്തിന് സന്താപമുണ്ട്. ഈ ആനന്ദം, പരമാനന്ദം എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. അത് നമ്മുടെ ഒരു കോൺസെപ്റ്റാണത്. അതുണ്ടാവണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊന്നും പരമമായിട്ട് നിലനിൽക്കുന്നില്ല. അപ്പോൾ പരമമായി നിലനിൽക്കുന്ന ഒരു ആനന്ദം ഉണ്ടാവും. അത് നേടാൻ ഉള്ള അന്വേഷണവും യാത്രയും ഈ ജീവിതത്തിൻ്റെ നിരർത്ഥകതയും നിസ്സാരതയും നശ്വരതയും വൈജ്ഞാനികമായും ചിന്താപരമായും അറിയാനുള്ള ശ്രമങ്ങളും ഒക്കെ ആത്മീയതയാണ്. അതാണ് ആത്മീയത. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടുണ്ടാവും. ഈ ആത്മീയത ആസ്വദിക്കാൻ എന്താ മാർഗം? അതിൻ്റെ ബേസിക് ആയിട്ടുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. വെറുതെ സൈലൻ്റായിട്ട് ഇരിക്കുക, സൈലൻ്റായി ഇരിക്കുക കുറച്ച് സമയം. ഇതിൽ നിന്നൊക്കെ ഒന്ന് അകലം പാലിക്കുക, എന്നിട്ട് ചിന്തിക്കുക, വിലയിരുത്തുക, നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുക, ചിന്തിക്കുക ശാന്തമായിട്ട്. അത് ആത്മീയതയാണ്. അവിടെ ദൈവങ്ങൾ, ദൈവം, മതം, ആചാരങ്ങൾ, അനുഷ്ഠാനം ഒന്നുമില്ല. അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പരമമായ വികാരം എന്താണെന്നറിയാം? കമ്പാഷനാണ്, അനുകമ്പ, എല്ലാറ്റിനോടും സ്നേഹം. ഇത് രണ്ട്: സത്യം, സ്നേഹം, അനുകമ്പ. 3 എണ്ണം. സത്യം, സ്നേഹം, അനുകമ്പ. ട്രൂത്ത്, കമ്പാഷൻ, ലവ്. ഇനഫ്. ഒരു നിയമപുസ്തകവും വേണ്ട. നമ്മളെ നിയന്ത്രിക്കാൻ മറ്റൊരു നിയമപുസ്തകമോ പുരോഹിതനോ പ്രവാചകനോ നേതാവോ വേണ്ട. ആസ് എ സോഷ്യൽ ബീയിങ് സമൂഹത്തിൻ്റെ നിയമങ്ങളെ അംഗീകരിക്കുക, സഹജീവികൾക്ക് ഉപദ്രവകരമല്ലാത്ത രീതിയിൽ ആസ്വദിക്കുക ജീവിതത്തെ. താങ്ക് യു വെരി മച്ച്. സ്നേഹപൂർവ്വം.